ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times ആണെന്ന് നിങ്ങൾ പറയുക. Divine, please guide me and the viewers and the person, the current feelings എന്താണ്? Current feelings, please. Universe, divine angels. Isolation. Okay. Patience. Divine, please guide me and the viewers and the person. Awareness. Understanding. Laziness. Bottom of the deck, sorrow. See, എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ വല്ലാത്ത ഡൗൺ ആയിട്ടുള്ള ഒരു എനർജി ഇല്ല, വല്ലാത്ത ഡൗൺ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ എനർജീസ് ആണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വളരെയധികം ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഐസൊലേഷൻ പീരീഡിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഫ്രീസിങ് എനർജി, മൊത്തത്തിലൊരു മരവിച്ച ഒരു അവസ്ഥ. ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല. ഓവറോൾ ലൈഫിന്റെ എനർജീസിൽ നിങ്ങൾക്കിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻസ് കൊണ്ടാവാം നിങ്ങൾ ഇത്രയ്ക്കും ഡൗൺ ആയിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഐസൊലേഷൻ പീരീഡിലേക്ക് പോകാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങൊരു എന്താ പറയാ, ജീവിക്കുകയും വേണ്ട, ലൈക്ക് മരിക്കുകയും വേണ്ട എന്നുള്ള ഒരു എനർജിയിലേക്ക് സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട്, മരവിച്ച് നിൽക്കാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്ട് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് എന്തോ സംതിങ് ഇവിടെ പെട്ടെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. അത് നല്ല രീതിക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ നല്ല രീതിക്ക് ഒരു ഐസൊലേഷൻ പീരീഡിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ നൈറ്റ് ഒക്കെ ആണെങ്കിലും ശരി, എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളങ്ങ് സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തോളാൻ വയ്യ. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വളരെയധികം ഒരു സങ്കടമുള്ള ഒരു അവസ്ഥ എനിക്കിവിടെ നിങ്ങളുടെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് നിങ്ങൾ ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, ബട്ട് നിങ്ങൾ അത് വെളിയിൽ കാണിക്കുന്നുണ്ടാവില്ല. ബട്ട് സം ഓഫ് യു, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആക്ഷൻസിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, ആൻസൈറ്റിയിലാണ് എന്നുള്ള ഒരു എനർജി മനസ്സിലാവുന്നുണ്ടാവും. ഒരു മരവിച്ച ഒരു അവസ്ഥയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ആൻഡ് വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ഞാൻ പറയാം, ബട്ട് ഞാനൊന്ന് കാർഡ് എടുത്തോട്ടെ. പേഷ്യൻസ്, judgment, okay, confusion, the chariot, 4 of cups, 2 of wands, sorry 2 of wands അല്ല, 2 of swords ആണ് കേട്ടോ. ചിലപ്പോൾ ഇവിടെ 2 of wands വരാനുള്ള സാധ്യതയുണ്ട് വായനത് വന്നതുകൊണ്ട്. Hierophants, wands,
Ten of Wands, Wands energy. Aries, Leo, Sagittarius, fire sign. The devil. Okay. Temperance. Oh God. Three of Pentacles. Bottom of the deck, Nine of Coins or Nine of Pentacles. See, എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെയൊക്കെ എനർജീസ് എനിക്ക് ഇവിടെ തോന്നുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഈ ഒരു കണക്ഷനിൽ മുന്നോട്ടേക്ക് ഇനി പോകാൻ താല്പര്യമില്ല, ഞാൻ ഈ ഒരു കണക്ഷനിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ഈ ഒരു വ്യക്തി തുറന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് അത് ഒത്തിരി അധികം ഹേർട്ട് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ട് എഗ്രി ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഈ ഒരു വ്യക്തി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തേർഡ് പാർട്ടി ആയിരിക്കാം, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു വ്യക്തി എത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കി എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജിയിൽ വരുന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, ടോക്സിക് ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുക, നിങ്ങളെ ഹേർട്ട് ചെയ്യുക, സെക്ഷലി അബ്യൂസ് ചെയ്യുക, ആ ഒരു എനർജിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ടുണ്ടാവാം. എനിക്കതും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ സഹിച്ചിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ, പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വേണം, ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. മേ ബി നിങ്ങൾ ഇവരെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ വീണ്ടും ലൈഫ് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു എനർജീസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഇത്രയൊക്കെ ആയതിനു ശേഷം ഇപ്പം ഒരു സെപ്പറേഷന്റെ എനർജീസ് ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ മുന്നോട്ടേക്കുള്ള കാര്യം എന്താണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടായിരിക്കാം, അത് നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടൊക്കെ. എനിക്കിവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പ്രഗ്നന്റ് ആണ്, സോ ആ ഒരു ടൈമിൽ ഇവിടെ ഡിവോഴ്സ് നടക്കാൻ പോകുന്നു. മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു അതല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഈ ടൈമിൽ പ്രഗ്നന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ യാതൊരു തരത്തിലുള്ള നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നിങ്ങളെ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാൽ വരുന്നുണ്ടാവില്ല, യാതൊരു തരത്തിലും ഈ ഒരു വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല. ആസ് എ ഹസ്ബൻഡ്, ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയുണ്ടെന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടാവില്ല. ഒരു തരത്തിലും നിങ്ങളുടെ മക്കളെ കെയർ ചെയ്യുന്നില്ല. ഇറസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അയാളുടെ ഈഗോയിൽ ഇരിക്കുന്ന ആ ഒരു ടോക്സിക് ബിഹേവിയറിൽ ഇരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം, ഒത്തിരി അധികം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആള് നിങ്ങളുടെ മെസ്സേജ് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, റിപ്ലൈ തരുന്നുണ്ടാവില്ല. എനിക്ക് ആ ഒരു എനർജീസ് കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ട് എഗെയിൻ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു റീയൂണിയന്റെ കാര്യം നിങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് റിപ്ലൈ ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളും ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്, നിങ്ങൾക്ക് ജോലിയൊക്കെ കാണും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഇല്ല എന്നുള്ള ഒരു എനർജി അല്ല, നിങ്ങളും സെക്യൂർ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവാം. അങ്ങനെയായിരിക്കും നിങ്ങൾ കഴിഞ്ഞു പോകുന്നുള്ളത്. ഓക്കെ, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. കാരണം ഇത് ആരോ കേൾക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റീഡിങ്. അതുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സ് ആയിട്ടായിരിക്കാം മേ ബി ഈ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ ഒരു മെസ്സേജ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനർജീസ്, ഈ ഒരു മെസ്സേജ് കേൾക്കണം എന്നുള്ള ഒരു എനർജീസ്, അതിനു വേണ്ടിയിട്ടായിരിക്കാം യൂണിവേഴ്സ് ഈ ഒരു റീഡിങ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ജനറൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഇതെല്ലാവർക്കും കണക്റ്റഡ് ആണ് ഈ ഒരു എനർജീസ് കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു സീനിൽ നിന്നും സിനാരിയോയിലേക്ക്, അതിലും ഇത് ജനറൽ ആയിട്ട് പറയാണ്, അതിലും ഇൻക്ലൂഡഡ് ആയിട്ട്, അതിലും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും ഈ എനർജി. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിംഗിന്റെ എനർജീസിലാണ്.
ഇവരെപ്പോഴും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി പാമ്പറിങ് ചെയ്യണം, അങ്ങോട്ടേക്ക് പോയി സംസാരിക്കണം. ഇവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ബാലൻസ് വേണം കണക്ഷനിൽ. ഇപ്പോഴുള്ള ആ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കണക്ഷനിൽ നിന്ന് വേണം, കണക്ഷനിൽ അതെല്ലാം ഇല്ലാതാവണം എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്കുണ്ട്. ബട്ട് എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഈഗോയിൽ നിൽക്കുകയാണ് ഇയാളുടെ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ വന്ന് നിന്ന് ഈ ഒരു വ്യക്തിയുടെ കൂടെ കണക്ട് ആയി നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവാം, സ്പിരിച്വൽ അവേക്കനിങ് എനർജിയിൽ വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോയിട്ടുണ്ടാവും. ഈ ഒരു കണക്ഷൻ നിങ്ങളെ ഒത്തിരി അധികം സ്പിരിച്വൽ ആക്കി മാറ്റിയിട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്പിരിച്വൽ പാത്തിലൂടെയാണ് ഇപ്പൊ നിങ്ങൾ പോകുന്നുള്ളത്. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. സോൾ, ഇവിടെ എനിക്ക് തോന്നുന്നു പലരുടെ ഇവിടെ സോൾ അവേക്കനിങ് എനർജീസ് എനിക്ക് ഇവിടെ കാണാം. നിങ്ങൾ സോൾ, നമ്മൾ പറയില്ലേ സ്പിരിച്വൽ അവേക്കനിങ് മീൻസ് സോൾ അവേക്കനിങ്. നിങ്ങൾ നിങ്ങളുടെ സോളിന്റെ ഇഷ്ടം അല്ലെങ്കിൽ സോളിന്റെ ആ ഒരു പർപ്പസ് ചെയ്യാനായിട്ട് മിക്കവരും പോകുന്നവരുണ്ടാവാം. സോൾ പർപ്പസ് തേടി ഇപ്പൊ സോൾ പർപ്പസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ലൈഫിൽ ഇരിക്കുന്നവരുണ്ടാവാം. ബട്ട് എന്നാലും നിങ്ങളുടെ മൈൻഡിൽ ഇതുണ്ട്. ബട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ സോളിൽ ഒരു പർപ്പസ് ഉണ്ട്, ആ ഒരു പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഓക്കെ ആവും. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരുന്നത് തന്നെ കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും ഇതിൽ സെലക്ടഡ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ ഒരു സ്പിരിച്വൽ ജേണിയിൽ നിൽക്കുന്നുള്ളത്. നിങ്ങൾ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സോൾ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ കൂടി ഇപ്പൊ പോവാണ്. കണക്ഷൻ സൈഡിൽ ഉണ്ടെങ്കിലും നിങ്ങളിപ്പോ കൂടുതലായിട്ട് സ്പിരിച്വൽ ആയിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എനിക്കിത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ലൈക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം ആക്റ്റീവാണ്. നിങ്ങളുടെ തേർഡ് ഐ ചക്ര വളരെയധികം ആക്റ്റീവാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സ് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം. ആ ഒരു കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണോ നിങ്ങളുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കേൾക്കുക, അതിനെ ഫോളോ ചെയ്തു പോവുക. സോൾ ഒരിക്കലും നമ്മളെ മോശമായിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ മൈൻഡ് വെച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ് പക്കാ റോങ് ആയിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ മോഡിൽ പോവുക. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഹേർട്ട് എന്താണോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സോളിന്റെ വോയിസ് ആണ്. സോൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നുള്ളത്. അപ്പം ആ ഒരു വോയിസ് എന്താണോ പറയുന്നത്, ആ ഒരു സോൾ എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ള ഒരു എനർജിയാണ്. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റിവിറ്റീസും ഫീൽ ചെയ്യത്തില്ല. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടാകത്തില്ല. കാരണം സോൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഓരോ സോളും ദൈവത്തിന്റെ, ശരിക്കും ദൈവം തന്നെയാണെന്ന് പറയാം. ഒരു ഡിവൈൻ സോൾ ആണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതിലൊരു ദൈവഗണം തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പം ആ ഒരു എനർജി നമ്മൾ ഒരിക്കലും റോങ് ആയിട്ട് ഗൈഡ് ചെയ്യല. എപ്പോഴും നിങ്ങൾ സോളിൽ ഫോക്കസ് ചെയ്യുക, സോള് പറയുന്നത് എന്താണെന്ന് ലിസൺ ചെയ്യുക, അതനുസരിച്ചിട്ട് ആ ഒരു ഇൻറ്റ്യൂഷനിൽ പോവുക. ഇതൊരു ഗൈഡൻസ് ആണ് ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്ന ആളുകൾക്കുള്ളത്. മിക്കവരും ഇവിടെ ക്ലാരിറ്റി കിട്ടാതെ സ്റ്റക്ക് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്നവരിൽ അവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ ഹാപ്പി ആണെന്നുള്ള ഒരു എനർജിയിലൊന്നും ഞാൻ പറയത്തില്ല, എന്നാൽ സാഡ് ആണെന്ന് ഞാൻ പറയത്തില്ല. അതിന് രണ്ടെണ്ണത്തിനും ഇടയിലുള്ള ഒരു എനർജീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയില്ല ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കണക്ഷനിൽ. ഡൗൺ ആണോ എന്ന് ചോദിച്ചാൽ ഡൗൺ ആണ്, ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. പുള്ളി ഒരു ഒരു ലേസിനെസ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സം ഓഫ് യു, വളരെ കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു ഒരു കാർമിക് ഡീലിങ്സ് ആണ്. നിങ്ങൾ കാർമിക്കുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടും ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര കാമായിട്ട് ഓരോ കാര്യങ്ങളും ആലോചിച്ച് കണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പം ഇവർ ഓരോ കാര്യങ്ങളും ആലോചിച്ച് കണ്ട് തീരുമാനം എടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതല്ല എടുത്തു ചാടി ഒരു ഡിസിഷൻ ഒരു കാര്യത്തിലും എടുക്കാൻ അങ്ങനത്തെ ഒരു എനർജീസ് അല്ല. എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഇയാൾ ബിലീവ് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് സ്ലോ സ്റ്റെപ്സ് ആണെങ്കിൽ അത് ഓക്കെയാണ്, ഫൈൻ ആണെന്നുള്ള ഒരു എനർജിയാണ്. എടുത്തു ചാടി ഒരു ഫാസ്റ്റ് ആയിട്ടൊരു റോങ് ഡയറക്ഷനിലേക്ക് പോകുന്നതിലും ഭേദം എല്ലാം ചിന്തിച്ച് ആലോചിച്ച് ക്ലാരിറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് അയാൾ ചിന്തിക്കുന്നുള്ളത്. അതുകൊണ്ട് ഇച്ചിരി കുറച്ച് കാമായിട്ടുള്ള ഒരു എനർജിയിലാണ് ആൾ ഇരിക്കുന്നത്. കണക്ഷൻ വേണം എന്ന് ആഗ്രഹമുണ്ട്, ഇതിന് മൂന്നോണൊന്നും ചെയ്തു പോയിട്ടില്ല. ഇവർക്കും നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അഡിക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്. ബട്ട് എന്നാലും ഇവിടെ അവർക്ക് കുറച്ച് ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്.
ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരും വെയിറ്റിംഗിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒത്തിരി അധികം ബേർഡനിലാണ്, ടെൻഷനിലാണെന്ന് പറയാം. പിന്നെ ഈ ഒരു ടൈമിലാണെങ്കിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരവരുടെ വർക്കിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഇവർ ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഇവർ അവോയ്ഡ് ചെയ്ത് കളയുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിങ്ങൾ സെപ്പറേഷന്റെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരി അധികം മെസ്സേജും കോളും ഒക്കെ ചെയ്ത് നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. അതൊരു ഇതായിട്ട് മിക്കവരെയും പിടിച്ച് ബ്ലോക്കും ചെയ്തിട്ടുണ്ടാവാം ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു സോറോഡ് എനർജീസ് വന്നിട്ടുണ്ട്. ദെൻ അഗെയിൻ ഇവിടെ വന്നിട്ടുള്ളത് ഹാർമണിയാണ്. കാരണം ഇവർക്കും അറിയാം നിങ്ങളെന്നുള്ള ഒരു വ്യക്തി വളരെ സ്പെഷ്യൽ ആണ്, നിങ്ങളുമായിട്ടുള്ള കണക്ഷനും വളരെ സ്പെഷ്യൽ ആണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം. അതിന്റെ റിയലൈസേഷൻ ഒക്കെ ഉണ്ട്. ഇവർക്ക് എപ്പോഴും നിങ്ങളെന്നുള്ള ഒരു വ്യക്തി വളരെ സ്പെഷ്യൽ ആണ്. കാരണം എന്താ, ഇവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫുൾ അട്രാക്ഷൻ നിങ്ങളോട് സ്റ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലർക്കൊക്കെ ഇത്. എനിക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല. പലപ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങളുടെ വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി ഒരു ഇല്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവും. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇല്യൂഷനിൽ ആ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇത് ഇവരുടെ മൈൻഡിന്റെ ഇഷ്യൂസ് ആണ്. ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും എന്നുള്ള രീതിക്ക് ഒരു മൈൻഡിന്റെ ഇഷ്യൂസ് ആണ്. പക്ഷെ അവർ ഒത്തിരി അധികം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിരിക്കാം. മേ ബി ഒരു എല്ലാത്തിനും പ്രാക്ടിക്കൽ ആയിട്ട് ഇമോഷണൽ ആയിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കാത്തൊരു വ്യക്തിയാവാം. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവരിപ്പോ അവരുടെ പവറിലാണുള്ളത്. പക്ഷെ ഇവിടെ ബാലൻസ് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ടെമ്പറൻസിന്റെ കാർഡ് 2 ടൈംസ് വന്നിട്ടുണ്ട്. സോ അപ്പൊ അവര് ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെയിറ്റിംഗ് പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7-8 മന്ത് വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കുറഞ്ഞത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ്. നിങ്ങളെ ന്യൂ മൂൺ ആയിരുന്നു. ഗൈഡൻസ് നോക്കാം. Surrender to the divine. Step out of your comfort zone. You are very close to achieving your goal. Bottom of the deck, your hard work is paying off. നിങ്ങൾ ഇപ്പം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവും, മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി അധികം പ്രേയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് പേയിങ് ഓഫ് എന്നാണുള്ള എനർജീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ഈ ഒരു കണക്ഷനിൽ. ഇത് ന്യൂ മൂൺ എനർജീസ് ആണ്. ന്യൂ മൂൺ എനർജീസ് ഇൻ കാപ്രിക്കോൺ ആണ് കേട്ടോ. ഇന്നലെ ഇപ്പം ന്യൂ മൂൺ ആയിരുന്നു. മിയർ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യും എന്നാണ് പറയുന്നുള്ളത്. നിങ്ങൾ വളരെ ക്ലോസ് ആണ്, നിങ്ങളുടെ ആ ഒരു ഗോളിന്റെ അടുത്ത് നിങ്ങൾ ക്ലോസ്ഡ് ആണ്. ബട്ട് നിങ്ങൾ കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണം. ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയാ, ഒരു കോ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു എനർജിക്ക് നിങ്ങൾ വെളിയിൽ വരണം. സറണ്ടർ ടു ദ ഡിവൈൻ. ഡിവൈനിന് സറണ്ടർ ചെയ്യാം. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനില്ല. നിങ്ങൾ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൽ. നിങ്ങൾ ഡിവൈനിന് സറണ്ടർ ചെയ്യാം. ബിക്കോസ് ഇനി യൂണിവേഴ്സ് ആയിട്ട് എന്തെങ്കിലും മിറാക്കിൾസ് ചെയ്യും ഒരു കണക്ഷനിൽ. ഈ ഒരു വ്യക്തി, നമുക്കൊരു വ്യക്തിയും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് ദൈവം തന്നെ വിചാരിക്കണം. അപ്പം ആ ഒരു ചേഞ്ച്, ഈ ഒരു വ്യക്തിയെ കൊണ്ടുള്ള ആ ഒരു ചേഞ്ചസ് അത് ഉറപ്പായിട്ടും ദൈവമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ആ ഒരു ഡിവൈൻ പവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളത്. നിങ്ങൾക്ക് എത്രയ്ക്കും അങ്ങ് സങ്കടമാണ്, നിങ്ങൾക്ക് അതിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു മെമ്മറീസിന് ഔട്ട് ആവാൻ പറ്റുന്നില്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാം. കണക്ഷനെ മൂവ് ഓൺ ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇവർ ഈ ഒരു എനർജിയിലാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വ്യക്തി അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടില്ലേ, ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി. എപ്പോഴും അടിച്ചു പൊളിച്ച് അവരുടെ ഹാപ്പിനെസ് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്, എത്ര ഇതാണെന്ന് പറഞ്ഞാലും. നിങ്ങളും അങ്ങനെ ഇരിക്കുക, ചില്ലായിട്ടിരിക്കുക. ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു എനർജിയിൽ ഇരിക്കുക. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഡോൺ ഫോർഗെറ്റ് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.